നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സമരസമിതി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. നാളെ വൈകിട്ട് 3 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചേംബറിൽ വെച്ചാണ് ചർച്ച. സമരം ആരംഭിച്ച ശേഷം ഇത് 3ാമത്തെ തവണയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്നും സമരം ചെയ്യുന്ന ആശമാർ പറഞ്ഞു. ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭ്യമായാൽ മാത്രമേ പിന്മാറുകയുള്ളൂവെന്ന് സമരസമിതി നേതാവ് മിനി പറഞ്ഞു. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. പാലക്കാട് വിട്ട ടിക്കറ്റ് 1ാം സമ്മാനം. സമ്മർ ബമ്പർ ഫലം പുറത്ത്. സമ്മർ ബമ്പർ നറുക്കെടുപ്പിലെ 1ാം സമ്മാനമായ 10 കോടി രൂപ SG 51 37 15 എന്ന ടിക്കറ്റിന്. പാലക്കാട് വിട്ട ടിക്കറ്റിനാണ് 1ാം സമ്മാനം. കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ധനലക്ഷ്മി എന്ന ഏജന്റിന് കൈമാറിയ ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചത്. SB 26 59 47 എന്ന ടിക്കറ്റിനാണ് 2ാം സമ്മാനം. 50 ലക്ഷം രൂപയാണ് 2ാം സമ്മാനം. 3ാം സമ്മാനം ഓരോ പരമ്പരയിലും 2 വീതം വെച്ച് 5 ലക്ഷം രൂപയാണ്. 250 രൂപയുടെ ടിക്കറ്റ് വിൽപ്പനയിൽ പാലക്കാടായിരുന്നു മുന്നിൽ. 36 ലക്ഷം ടിക്കറ്റുകളാണ് വിതരണത്തിനായി എത്തിച്ചത്. ഭൂമി തട്ടിപ്പ് കേസ്. എളമരം കരീമിന് അറസ്റ്റ് വാറണ്ട്. CPM നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ എളമരം കരീമിന് അറസ്റ്റ് വാറണ്ട്. മുക്കം കാരശ്ശേരിയിലെ മുക്കം ക്രഷർ ആൻഡ് ഗ്രാനൈറ്റുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്നാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. താമരശ്ശേരി കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. 4 തവണ എളമരം കരീമിനോട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ക്രഷർ നടത്താനെന്ന പേരിൽ എളമരം കരീമിന്റെ ബന്ധുവായ നൌഷാദ് തട്ടിപ്പ് നടത്തിയെന്നും നൌഷാദിന്റെ പേരിലേക്ക് ഭൂമി എഴുതി നൽകുന്നതിന് എളമരം കരീം ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നുമാണ് പരാതി. വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ശക്തമായ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. വഖഫ് ബില്ലിനെ ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണ കാര്യക്ഷമത വികസന ബില്ലെന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി പിടിയിൽ. കഞ്ചാവുമായി എത്തിയത് ചെന്നൈ സ്വദേശിയായ ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താനയാണ്. ഇവർക്കൊപ്പം മക്കളും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് നർക്കോട്ടിക് CI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴ മാരാരിക്കുളത്തെ ഗാർഡൻ എന്ന റിസോർട്ടിൽ നിന്ന് ഇവരെ പിടികൂടിയത്. പാർട്ടി കോൺഗ്രസിൽ അസാധാരണ നീക്കം. UK പ്രതിനിധിയെ ഒഴിവാക്കി. 24ാം പാർട്ടി കോൺഗ്രസിൽ അസാധാരണ നടപടിയുമായി CPM. പാർട്ടി കോൺഗ്രസിലെ വിദേശ പ്രതിനിധിയെ ഒഴിവാക്കി. UK-യിൽ നിന്നുള്ള പാർട്ടി കോൺഗ്രസ് പ്രതിനിധി മലയാളിയായ രാജേഷ് കൃഷ്ണനെയാണ് ഒഴിവാക്കിയത്. രാജേഷിനെ പ്രതിനിധിയാക്കി ഉൾപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. കേരള ഘടകം നേതാക്കൾ ഇടപെട്ടാണ് രാജേഷിനെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് വിവരം. സിനിമാ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാജേഷ് കൃഷ്ണ. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസ്. 10 പ്രതികൾക്ക് ജാമ്യം. SDPI പ്രവർത്തകരായ 10 പ്രതികൾക്കാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. 2022 ഏപ്രിൽ 16-നാണ് RSS നേതാവായിരുന്ന ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് തൊട്ടടുത്ത ദിവസം ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ എറണാകുളം പ്രത്യേക NIA കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് പ്രതികൾ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിലെ 17 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. ആദിവാസി യുവാവിനെ സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ആദിവാസി യുവാവിനെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും. വയനാട് SP തപോഷ് ബസുമതാരി DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ പോലീസിനെതിരെ ആരോപണവുമായി ഗോകുലിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നു. പോലീസ് പലതവണ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഗോകുലിനെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടില്ലെന്നാണ് ഭീഷണി മുഴക്കിയത്. ഗോകുലിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തെന്നും ബന്ധുക്കൾ പറഞ്ഞു.
BJPയിൽ പിടിമുറക്കി രാജീവ് ചന്ദ്രശേഖർ. പാർട്ടിയിലേക്കുള്ള ആദ്യ നിയമനം സ്വന്തം വിശ്വസ്തന്. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് പിന്നാലെ പാർട്ടിയിലേക്കുള്ള ആദ്യ നിയമനം നടത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണിക്ക് സോഷ്യൽ മീഡിയകളുടെ ചുമതല നൽകി. നേരത്തെ ഉണ്ടായിരുന്നവരെ വെട്ടിയാണ് ഈ നീക്കം. നേരത്തെ സോഷ്യൽ മീഡിയ ജയശങ്കറും മീഡിയ സുവർണപ്രസാദുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇതിൽ ജയശങ്കർ മുരളീധരന്റെയും സുവർണ പ്രസാദ് കെ സുരേന്ദ്രന്റെയും വിശ്വസ്തരായിരുന്നു. എന്നാൽ ഇരുവരെയും നീക്കിയാണ് തന്റെ വിശ്വസ്തനായ അനൂപിന് രാജീവ് ചന്ദ്രശേഖർ ചുമതല നൽകിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഭണ്ഡാരത്തിൽ തീ പടർന്നു. നോട്ടുകൾ കത്തിനശിച്ചു. ശ്രീകോവിലിന് സമീപത്തെ 1-ാം നമ്പർ പ്രധാന ഭണ്ഡാരത്തിന് മുകളിൽ വെൽഡ് ചെയ്യുന്നതിനിടെ തീപ്പൊരി അകത്ത് വീണാണ് നോട്ടുകൾ കത്തിനശിച്ചത്. ഭണ്ഡാരത്തിനകത്തു നിന്നും പുക വരുന്നത് കണ്ട് ജീവനക്കാർ ഉടൻ വെള്ളമൊഴിച്ച് തീയണച്ചു. ഭണ്ഡാരം തുറന്ന മുഴുവൻ നോട്ടുകളും 130 കുട്ടുകങ്ങളിലാക്കി സുരക്ഷിത മുറിയിലേക്ക് മാറ്റി. നനഞ്ഞ നോട്ടുകൾ ഉണക്കുന്നതിനുള്ള സംവിധാനവും ചെയ്തു. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നഷ്ടം കണക്കാക്കും. ക്ഷേത്ര ശ്രീകോവിലിന് സമീപത്തെ ഈ ഒരൊറ്റ ഭണ്ഡാരത്തിൽ നിന്ന് ഒരു മാസം 1 കോടിയിലേറെ രൂപ ലഭിക്കാറുണ്ട്. സംഭവം അറിഞ്ഞെത്തിയ ക്ഷേത്രം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫിനാൻസ് K ഗീത, ഹൈക്കോടതി നിരീക്ഷകൻ മുകുന്ദരാജ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നോട്ടുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്.